ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീറ്റിക്കൽ ടെക് 5 പൈസ ഗോ ചാർട്ടിംഗ് പവേർഡ് ബൈ മല്ലോ മാർക്കറ്റ് പ്രൊഫൈൽ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മാർക്കറ്റ് ഇന്ന് ട്രംപിന്റെ ആ ഒരു ഇത് കാരണം ട്രംപ് ഇന്നലെ എന്തോ പറഞ്ഞു, ട്രെൻഡ് ലൈൻ എന്തോ ഡെഡ് ലൈൻ ഒക്കെ പറഞ്ഞായിരുന്നു. നമ്മുടെ മാർക്കറ്റ് ഏകദേശം പറഞ്ഞ ഒരു ഗ്യാപ് ഡൗൺ അല്ല, ഇന്നലത്തെ ബി പീരീഡിന്റെ ആ ലോവർ ലെവലിലെ സ്ട്രക്ചറിലൊക്കെ ഓപ്പൺ ചെയ്ത് കൃത്യമായിട്ട് പറഞ്ഞാൽ പെർഫെക്റ്റ്ലി ഒരു ബി ഷേപ്പ്ഡ് ഒരു പക്ക ഒരു നോർമൽ ഡേ ഒരു ബി ഷേപ്പ്ഡ് പ്രൊഫൈലായിട്ടാണ് നിഫ്റ്റിയുടെ സ്പോട്ടിൽ നിൽക്കുന്നത്. ഇന്നലത്തെ ലോവർ ലെവലിന്റെ ഭാഗത്ത് ഒരു പി ഷേപ്പ്ഡ് പ്രൊഫൈൽ ആയിരുന്ന ആ ഒരു ഷേപ്പിന് നോർമൽ വേരിയേഷൻ പ്രൊഫൈലായിരുന്നു. അതിൻ്റെ ലോവർ ലെവലിൻ്റെ ഭാഗത്ത്, അതായത് 24,350 ഭാഗത്ത് ഒരു സപ്പോർട്ട് നിഫ്റ്റിക്ക് ഉണ്ട്. ഇന്ന് കൃത്യമായി പറഞ്ഞാൽ പക്ക ഒരു ബി ഷേപ്പ്ഡ് പ്രൊഫൈലാണ്. ഇന്നത്തെ ലോവർ ലെവൽ നിഫ്റ്റി സ്ട്രക്ചർ പൊട്ടുകയാണെങ്കിൽ താഴേക്ക് ഇറങ്ങി ഫസ്റ്റ് ടാർഗറ്റ് വരും. ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും, നമ്മുടെ ലെവൽ ട്രേഡിങ് കൃത്യമായിട്ട് വർക്കായിരുന്നു. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവാൻ പറ്റും. നമ്മുടെ ലെവൽ ട്രേഡിങ് പ്രകാരം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്. നിഫ്റ്റി പക്ക ഒരു നമ്മളെ ബെയറിഷ് റെഫറൻസ് പൊട്ടി മോർണിംഗ് തന്നെ ഫസ്റ്റ് ടാർഗറ്റ് തന്നു. തിരിച്ച് ആ ഫസ്റ്റ് ടാർഗറ്റിൻ്റെ അവിടെ നിന്ന് തിരിച്ച് കയറി വീണ്ടും ബെയറിഷ് എത്തി. ചുരുക്കി പറഞ്ഞാൽ ഒരു ട്രേഡബിൾ ടാർഗറ്റ് താഴേക്ക് ഡൗൺ സൈഡിൽ എത്തുന്ന ദിവസമായിരുന്നു നിഫ്റ്റി. ബാങ്ക് നിഫ്റ്റി ബെയറിഷ് റെഫറൻസും പൊട്ടിയിട്ടില്ല, ബുള്ളിഷ് റെഫറൻസും പൊട്ടിയില്ല. ഈ പാമ്പ് കടന്ന് കറങ്ങുന്ന പോലെ POCയുടെ ഭാഗത്ത് കടന്നു. മിക്ക ആപ്പും ബെയറിഷ് റെഫറൻസും പൊട്ടിയിട്ടില്ല, ബുള്ളിഷ് റെഫറൻസ് മാത്രം പൊട്ടി തിരിച്ച് ഫസ്റ്റ് ടാർഗറ്റിൻ്റെ ഭാഗത്തേക്ക് പോകുന്നു, പക്ഷേ പോയില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു ഓക്കെ ഇഷ്യൂ, പക്ക ഒരു ബാലൻസ് ഡേ ആയിരുന്നു മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് വന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു ട്രേഡബിൾ ആക്ഷൻസ് കിട്ടിയെന്ന് വെച്ചാൽ നിഫ്റ്റിയിൽ മാത്രം ഇന്ന് മോർണിംഗിൽ നമുക്ക് 24/4 ഉണ്ട്. ഞാനത് നമ്മുടെ ടെലിഗ്രാമിനും നമ്മുടെ മെമ്പർഷിപ്പ് ആൾക്കാർക്കും പറഞ്ഞു 24/4 നിഫ്റ്റി പൊട്ടുകയാണെങ്കിൽ താഴേക്ക് അടിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനി മിഡ് ക്യാപ്പ് നോക്കുമ്പോൾ മിഡ് ക്യാപ്പ് ഒരു പക്ക ഒരു നോർമൽ വേരിയേഷൻ അപ്പാണ്. നിങ്ങൾ നോക്കിയാൽ ഹയർ ഹൈസ് ലോവർ ലോസ് ഫോർമേഷനോടെ മിഡ് ക്യാപ്പ് പോകുന്നു. അത് മിഡ് ക്യാപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ഒരു ബുള്ളിഷ് മൊമെൻ്റമാണ്. പക്ഷേ ഇന്നലത്തെ പ്രൊഫൈലിൻ്റെ ഹൈക്ക് മുകളിൽ അവനെ കൊണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ ട്രേഡ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് ഒരു എക്സോഷനായിട്ട് നിൽക്കുകയാണ്. മിഡ് ക്യാപ്പ് ഒരു എക്സോഷൻ പ്രൈസ് നിൽക്കുകയാണ്. POC നിൽക്കുന്നത് 13,960 ഭാഗത്തേക്കാണ് POC വരുന്നത്. 30,960 ഭാഗത്തേക്കാണ് POC വരുന്നത്. ഇനി നമുക്ക് ബുള്ളിഷ് റെഫറൻസ് എന്ന് പറയുമ്പോൾ 14,000 മുകളിൽ മാത്രമേ ഞാൻ ഇനി ബൈയെക്കുറിച്ച്, നമ്മളെ ബുള്ളിഷ് റെഫറൻസ് എവിടെയാണ്? 14,000 മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നത് മാത്രമേ ഞാനൊരു ബൈയെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. അങ്ങനെ ഫസ്റ്റ് ടാർഗറ്റ് എങ്ങോട്ട് പോകാം? ഫസ്റ്റ് ടാർഗറ്റ് നമ്മളെ 14,045 ഭാഗത്തേക്ക് പോകാനും, സെക്കൻഡ് ടാർഗറ്റ് അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 14,100, എത്രയാണ്? 14,100 ഭാഗത്തേക്ക് 14,100 ഭാഗത്തേക്ക് പോകാനും, അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുമ്പോൾ അടുത്തത് എന്ന് പറഞ്ഞാൽ 14,145 എന്ന് പറഞ്ഞ ഭാഗത്തേക്ക് മിഡ് ക്യാപ്പ് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ചുരുക്കി പറഞ്ഞാൽ 14,000 മുകളിൽ മാത്രമേ ഇനി ബൈ ഉള്ളൂ. സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ലോവർ ലെവൽ 13,850 പൊട്ടയാണെങ്കിൽ സെല്ലിംഗ് എടുക്കാം. 13,850 പൊട്ടയാണെങ്കിൽ ഞാൻ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കും. ഫസ്റ്റ് ടാർഗറ്റ് ഇന്നലത്തെ ലോ ആയ 13,805 ഭാഗത്തേക്ക് വരും. അത്രയാണ് 13,805 ഭാഗത്തേക്ക് വരും. ഫസ്റ്റ് ടാർഗറ്റ് അവിടെയാണ്. സെക്കൻഡ് ടാർഗറ്റ് 13,746 ഈ ലോ 13,746 ഭാഗത്തേക്കും, തേർഡ് 13,690 ഭാഗത്തേക്കും വരാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. ഇതാണ് എനിക്ക് കൃത്യമായിട്ട് പറയാനുള്ളത്. മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ 850 താഴേക്ക് വന്നാൽ ഈ പറഞ്ഞ ഈ ഫിഗറൊക്കെ തിരിച്ച് പൊട്ടി ഈ അപ് ടു ഈ 13,628 വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്സൈഡ് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ റെഫറൻസ് ലെവലൊക്കെ ടച്ച് ചെയ്ത് മുകളിലോട്ട് പോകാനുള്ള ചാൻസ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് കൂടുതലാണ്. ഒരു പക്ക ഒരു നോർമൽ വേരിയേഷൻ അപ്ഡേ ആണ്. ഒരു ബാലൻസ്ഡ് ഓപ്പണിംഗ്, ഒരു പക്ക ഒരു ഓപ്പൺ ഓപ്ഷൻ ആയിരുന്നു മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കുമ്പോൾ ബാങ്ക് നിഫ്റ്റി ഒരു പെർഫെക്റ്റ്ലി ഒരു ഓപ്പൺ റിജക്ഷൻ റിവേഴ്സ് അപ്പ് വന്നത് ഫെയിലിയറായി. ORR അപ്പ് വന്നത് അത് ഫെയിലിയർ ആയെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല. കൃത്യമായി പറയുകയാണെങ്കിൽ അത് ചെറിയ ടാർഗറ്റ്, നമ്മളുടെ ORR അപ്പിൻ്റെ ട്രേഡ്സ് ഒക്കെ എടുത്തായിരുന്നു. ചെറിയ ടാർഗറ്റ് ഒക്കെ കിട്ടിയ ഒരു ദിവസവും കൂടെ ആയിരുന്നു കൃത്യമായി കടന്നു പോയത്. സോ ഒരു ORR അപ്പായിരുന്നു. ഒരു നോർമൽ ഡേ പക്ക പറയുകയാണെങ്കിൽ ബാലൻസ് ഡേ ആണ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ച് പറയുന്നത്. 57,271 ഭാഗത്തേക്കാണ് ബാങ്ക് നിഫ്റ്റിയുടെ POC. ഇന്നലത്തെ POCയുടെ അടുപ്പിച്ചാണ് ഇങ്ങനെ 57,271 ബാങ്ക് നിഫ്റ്റിയുടെ POC വരുന്നത്. ബുള്ളിഷ് റെഫറൻസിന് ഒരു മാറ്റവും ഇല്ല. 57,489 പൊട്ടയാണെങ്കിൽ ബൈ എടുക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 57,600,
സെക്കൻഡ് ടാർഗറ്റ് 57,751, തേർഡ് ടാർഗറ്റ് 57,900 ഭാഗത്തേക്ക് വരും. സെല്ലിങ്ങിന് ഒരു ഫിഗറിന് ഒരു മാറ്റവും ഇല്ല. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 56,968 പൊട്ടയാണെങ്കിൽ സെല്ലിംഗ് എടുക്കുക. അത്രയാണ് 56,968 പൊട്ടയാണെങ്കിൽ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുക. അത് ഫസ്റ്റ് ടാർഗറ്റ് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 56,828 ഭാഗത്തേക്ക്, അതാണ് 56,828 ഭാഗത്തേക്ക് വരും. സെക്കൻഡ് ടാർഗറ്റ് 56,630 ഭാഗത്തേക്ക്, 56,630 ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് നമ്മളെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ഏരിയയായ 56,500 ഭാഗത്തേക്ക് വേണം. ഇതാണ് എനിക്ക് താഴേക്ക് പറയാനുള്ളത്. ചുരുക്കി പറഞ്ഞാൽ 56,968 പൊട്ടുകയാണെങ്കിൽ താഴേക്ക് വന്ന് 56,828, 630, 56,500 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. പെർഫെക്റ്റ് ഒരു ബാലൻസ്ഡ് ഡേ ആണ് ബാങ്ക് നിഫ്റ്റി. സോ സമയമായി തുടങ്ങിയിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ഇംബാലൻസ് മൂവ് വരാൻ വേണ്ടി. ഇന്ന് രാത്രി ട്രംപിൻ്റെ ഡെഡ് ലൈൻ അവസാനിക്കുമ്പോൾ ട്രംപ് എന്ത് പറയുമെന്ന് വിചാരിച്ചേക്ക് നാളെ മാർക്കറ്റ് നിൽക്കുന്നത്. അത് നാളെ ഹെവി ആയിട്ടുള്ള വോളറ്റിലിറ്റി മാർക്കറ്റിലേക്ക് കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്താൽ താഴേക്ക് നല്ല രീതിയിൽ ട്രേഡും അപ്സൈഡ് നല്ല രീതിയിൽ ട്രേഡ് എടുക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇന്ന് നിഫ്റ്റിയിലെ ബാങ്ക് നിഫ്റ്റിയിലെ ഹൈ ഏകദേശം ഒരേപോലെയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ അപ്സൈഡിൽ ബാങ്ക് നിഫ്റ്റിക്ക് ഇപ്പോഴും ഒരു സെല്ലിംഗ് പ്രഷർ അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ താഴേക്ക് കുറച്ച് വന്ന് താഴേക്ക് വരാനുള്ള ചാൻസും വളരെയധികം ബാങ്ക് നിഫ്റ്റി കൂടുതലാണ്. ഈ 56,630 പൊട്ടയാണെങ്കിൽ 56,300, അത് പൊട്ടയാണെങ്കിൽ താഴേക്ക് ഇറങ്ങി 56,000 വരെ വരാനുള്ള ചാൻസും ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചും വളരെയധികം കൂടുതലാണ്. പെർഫെക്റ്റ്ലി ഓവറോൾ അപ്പായിരുന്നു. പെർഫെക്റ്റ്ലി ഒരു ബാലൻസ്ഡ് ഡേ ആയിരുന്നു ബാങ്ക് നിഫ്റ്റി ഉള്ളത്. നിഫ്റ്റി ഇന്ന് കുറച്ച് ട്രേഡബിൾ ടാർഗറ്റ് കിട്ടിയത് നിഫ്റ്റിയാണ്. പെർഫെക്റ്റ്ലി ബി ഷേപ്ഡ് ഓപ്പൺ ഓപ്ഷൻ, ഒരു പെർഫെക്റ്റ്ലി ബി ഷേപ്ഡ് പ്രൊഫൈലാണ്. വോളിയം ഒന്നും ഇല്ലായിരുന്നു. 24,421 ഭാഗത്തേക്ക് നിഫ്റ്റിയിലെ POC വന്നത് എത്രയാണ്? 24,420. ഇന്നലത്തെ നമ്മുടെ ബെയറിഷ് റഫറൻസിന്റെ ഭാഗത്തേക്ക് നിഫ്റ്റിയിലെ POC 24,421 ഭാഗത്തേക്ക് ആ POC വന്നിട്ടുണ്ട്. ഞാൻ ഇനി ബൈയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഞാൻ 24,589 അല്ല, 24,540 മുകളിൽ മാറി. ഇന്നത്തെ ഹൈക്ക് മുകളിൽ 24,540 മുകളിൽ ഞാനൊരു ബൈയെ കുറിച്ച് ചിന്തിക്കും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് 24,589 ഭാഗത്തേക്ക് എത്രയാണ്? 24,589. 24,589 ഭാഗത്തേക്ക് വരാം, 589 ഭാഗത്തേക്ക് വരാം. അതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 24,645, 24,640 ഭാഗത്തേക്ക് വരാനും. അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ 24,700 ഭാഗത്ത്, 24,700 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് അപ്സൈഡ് കൂടുതലാണ്. നിഫ്റ്റിയുടെ അപ്സൈഡ് ടാർഗറ്റ്. ഇനി നമുക്ക് ഡൗൺ സൈഡ് ടാർഗറ്റ് ഒന്ന് നോക്കണം. കാരണം നമുക്ക് നിഫ്റ്റിയുടെ സപ്പോർട്ടൊക്കെ നോക്കുമ്പോൾ ഡൗൺ സൈഡ് ടാർഗറ്റ് ക്ലിയർ ആകുന്നുണ്ടോ? ഇന്നത്തെ ലോവർ ലെവൽ, അതായത് 24,340 താഴെ, ഞാൻ 340 അല്ല, ഞാൻ 340 താഴെ സെല്ലിംഗ് എടുക്കുക. അത്രയാണ്. 24,340 താഴെ സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. ഫസ്റ്റ് ടാർഗറ്റ് 24,300 ഭാഗത്തേക്ക്, എത്രയാണ്? 24,300 ഭാഗത്തേക്ക് വരാനും. സെക്കൻഡ് 24,240, 24,240 ഭാഗത്തേക്കും. തേർഡ് ടാർഗറ്റ് 24,200, തേർഡ് ടാർഗറ്റ് എത്രയാണ്? 24,200, എത്രയാണ്? 24,200 ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് കൂടുതൽ. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് എനിക്ക് താഴേക്ക് പറയാനുള്ള ലെവൽസ്. നിഫ്റ്റി പെർഫെക്റ്റ്ലി ബി ആണ്. ഇന്നത്തെ ലോവർ ലെവൽ പൊട്ടുകയാണെങ്കിൽ ബി പീരീഡിൻ്റെ ബി ട്രേഡ് സെറ്റപ്പ്, ബി ഷേപ്ഡ് പ്രൊഫൈലിൻ്റെ ബി പ്രൊഫൈലിൻ്റെ ട്രേഡ് സെറ്റപ്പ് ആക്റ്റീവ് ആവും. അങ്ങനെയാണെങ്കിൽ നിഫ്റ്റി പെർഫെക്റ്റ്ലി ഒരു ബി ആണ്. സോ അങ്ങനെയാണെങ്കിൽ നല്ലൊരു ഹെവി സെല്ലിംഗ് താഴേക്ക് വരാനും. നിഫ്റ്റി 24,235 പൊട്ടുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് താഴേക്ക് ഇറങ്ങി 24,000 വരാനുള്ള ചാൻസിന് വളരെയധികം കൂടുതലാണ്. അപ്സൈഡ് ആണെങ്കിൽ ഇന്നലത്തെ ഹൈക്ക് മുകളിൽ, പ്രത്യേകിച്ച് പറഞ്ഞാൽ 24,589 മുകളിൽ നിൽക്കുകയാണെങ്കിൽ നല്ല രീതിയിലൊരു ഹെവി ഒരു ഷോർട്ട് കവറിംഗ് റാലി വന്ന് 24,700 വരാനുള്ള ചാൻസ് നിഫ്റ്റിയെ സംബന്ധിച്ച് വളരെയധികം കൂടുതലാണ്. സോ ഇതെല്ലാമാണ് നമ്മുടെ നാളത്തെ ലെവൽ. കൃത്യമായിട്ട് നിങ്ങൾ മാർക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. ടേക്ക് കെയർ ആൻഡ് ഹാപ്പി ട്രേഡിംഗ്, ഹാപ്പി ഡേ.